നേപ്പാളിലെ ആഭ്യന്തര സംഘർഷത്തിൽ മരണം 31. താൽക്കാലിക ഭരണ സംവിധാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ MD ഗുൽമാൻ ഗിസിങ്ങിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന് ഒരു വിഭാഗം പ്രക്ഷോഭകർ അഭിപ്രായപ്പെട്ടു. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുകയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി താൽക്കാലിക ഭരണ ചുമതല ഏറ്റെടുക്കാൻ ധാരണയിലെത്തിയതിന് പിന്നാലെയാണ് നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ MD ഗുൽമാൻ ഗിസിങ്ങിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പ്രക്ഷോഭകർ രംഗത്ത് വന്നത്. പ്രക്ഷോഭകരുമായി സൈനിക മേധാവി പലതവണ ചർച്ചകൾ നടത്തി. എത്രയും വേഗം അടുത്ത ഭരണ നേതൃത്വത്തെ തിരഞ്ഞെടുക്കണമെന്ന് പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ ആഹ്വാനം ചെയ്തു. 2 ദിവസത്തെ പ്രക്ഷോഭത്തിൽ 31 പേർ മരിച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ച 25 പേരെ തിരിച്ചറിഞ്ഞെങ്കിലും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തെക്കുകിഴക്കൻ കാഠ്മണ്ഡുവിലെ ജയിലിൽ നിന്നും ചാടിയ തടവുകാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തിനിടെ 15,000-ഓളം പേർ ജയിൽ ചാടിയതായാണ് റിപ്പോർട്ട്. അതിൽ 200 പേരെ പിടികൂടി. 60ഓളം പേരെ ഇന്ത്യൻ അതിർത്തികളിൽ നിന്നാണ് പിടികൂടിയത്. നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്കായി ഇന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അധിക വിമാന സർവീസുകൾ നടത്തി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.